മാവേലിക്കര സ്വദേശിയാണ്. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് ലഭിച്ച് നമുക്ക് വളരെ അനുഗ്രഹമാണ്. മുന്നോട്ടുള്ള സമയം കർത്താവിൻ്റെ ദാസന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് കർത്താവിന്റെ ദാസനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി ആരെയും കാണാൻ പറ്റുന്നില്ല. ദയവായിട്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. ഞാൻ വെറുതെ വന്ന് സൂമിനകത്ത് ശുശ്രൂഷിക്കുകയല്ല, അതിനുവേണ്ടി രാത്രി പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരു ദൈവ ശബ്ദം നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് പ്രാപിച്ചിട്ടാണ് വന്നേ. അപ്പം അതനുസരിച്ച് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാതെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരോടും ഞാൻ പറയുന്ന വീഡിയോ ഓൺ ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ പേര് പാസ്റ്റർ മിനു എന്നാണ്. സ്വദേശം മാവേലിക്കരയാണ്. ഞാൻ ഏകദേശം 10 വർഷം കർത്താവിന്റെ വേലയും ജോലിയുമായിരുന്നു. ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദുബായിൽ ചെന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞ് എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ പൂർണ്ണമായിട്ട് ഇറങ്ങണം. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയിൽ ഇറങ്ങി. അതിനുശേഷം ദൈവം ഒത്തിരി വാതിലുകൾ, രാജ്യങ്ങളുടെ വാതിലുകളൊക്കെ ദൈവം എന്നെ തുറന്നു വന്ന് മാനിച്ചു. ഇന്ന് അനേകരെ യൗവനക്കാരെ സ്പിരിച്വലി മെന്റർ ചെയ്യാൻ കർത്താവിനെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ വചനം മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ വൈഫിന്റെ ജോലി സംബന്ധമായി ഞങ്ങൾ പൂനെയിലായിരിക്കുന്നു. ഞങ്ങൾ ദുബൈയിലായിരുന്നു കുടുംബമായിട്ട്. ഇപ്പോൾ വൈഫിന്റെ ജോലി ഷിഫ്റ്റ് ആയതുകൊണ്ട്, പുതിയൊരു ജോലിയുടെ ക്രമീകരണം പൂനെയിൽ ലഭിച്ചത് കൊണ്ട് ഞങ്ങൾ പൂനെയിലോട്ട് വന്നു. അതൊരു നിയോഗത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണമെന്ന് ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പൂനെയിൽ നിന്ന് ഒരു ജോലിയുടെ വേക്കൻസി വന്നു. പ്രാർത്ഥിച്ചപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് ദൈവം അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവശബ്ദത്തിൽ പെട്ടെന്ന് പൂനെയിലേക്ക് വരുമായിരുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി രമ്യ ആന്റിയോടും പാസ്റ്റർ സുനിലോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ മീറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു ദൈവശബ്ദം കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം, സന്നിധിബോധത്തോടായിരിക്കണം. അതിനാധാരമായി നമുക്ക് വായിക്കാം സങ്കീർത്തനം 27-ന്റെ 4-ാമത്തെ വാക്യം. ചില വാക്യങ്ങൾ എന്നെ വായിച്ച് നിങ്ങൾ സഹായിക്കണം. ആ വചന വെളിപ്പാടിൽ നിന്ന് ചില ദൈവിക ശബ്ദങ്ങൾ നിങ്ങളിലേക്ക് തുറക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ആ വാക്യം വായിച്ച് സഹായിക്കണം. സങ്കീർത്തനം 27-4 വായിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കണേ, നമുക്കെല്ലാം വളരെ സുപരിചിതമായ ദൈവവചനമാണ്. എന്നാൽ ഈ വചനത്തിന്റെ ചില ആഴത്തിലേക്ക് ഞാൻ ആത്മാവിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ദാവീദെ തന്റെ പ്രാർത്ഥനയും തന്റെ ആഗ്രഹവും? ദാവീദ് പറയും, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മനോഹരത്വം കാണണം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഭൗതികമായ വിഷയങ്ങളിലേക്ക് നീങ്ങുന്ന സമയത്ത് ഒരു ഭക്തൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മനോഹരത്വം ഒന്ന് കാണണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൂത് ഞാൻ പറയുന്നു, ഭൗതികമായ വിഷയങ്ങൾക്കപ്പുറമായി ആത്മീയമായ വിഷയത്തിനു വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ അധരം ചലിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ മുഴുവൻ ഒരു പടിയും കൂടി
കർത്താവിനോട് ചേർന്ന് നിൽക്കാനാകണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഈ പ്രബോധന ശബ്ദം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ ആത്മീയ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ കരം നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ഇറങ്ങി വരും. ദാവീദ് രാജാവായിരുന്നു. ആ കാട്ടിൽ കിടന്ന അപ്പനും അമ്മയും സഹോദരനും ഉപേക്ഷിച്ച വ്യക്തിയെ ദൈവം തേടിച്ചെന്ന് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നവൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. നമ്മുടെ തലമുറയുടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. എത്ര പേർക്ക് കരം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അതെന്റെ ആഗ്രഹമാണ്, അതെന്റെ വാഞ്ചയാണ്. കാണണമെന്ന് പ്രാർത്ഥിക്കുന്നവനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത പദം പറയുകയാണ്, എനിക്ക് നിന്റെ മന്ദിരത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നതോടൊന്ന് വായിക്കാമോ ദേവദാസനെ? അതിന്റെ ഒന്നുകൂടെ വായിച്ച് സഹായിക്കാമോ എന്നെ? എല്ലാവരും ഒന്ന് ബൈബിൾ തുറക്കാമോ? നിങ്ങളെല്ലാം പ്രഭാതത്തിൽ ഇങ്ങനെ എഴുന്നേക്കാതെ ബൈബിൾ എല്ലാവരും തുറന്ന് വായിക്കണം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും. ഒന്ന്, എനിക്ക് ദൈവത്തിന്റെ, ദാവീദിന്റെ പ്രാർത്ഥന, ഒന്ന്, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണണം. രണ്ട്, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അപ്പൊ എന്തു വലിയ പ്രാർത്ഥനയാണ് ഈ കോശങ്ങളെ. ഹല്ലേലൂയ. എനിക്ക് നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ഹല്ലേലൂയ. അടുത്ത, എന്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് നിന്റെ ആലയത്തിൽ വസിക്കണം. പ്രിയരെ, ആ ഭക്തന്റെ പ്രാർത്ഥന കണ്ടു. നമ്മുടെ പ്രാർത്ഥന മാറട്ടെ, നീ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കണം. ഹല്ലേലൂയ. ചില വെളിപ്പാടിനകത്തേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3:16-17 ഒന്ന് വായിച്ചു ദൈവദാസരെ. പൗലോസ് ആ വെളിപ്പാട് പറയുന്നത് ഒന്ന് വായിച്ചു. വായിക്കുന്നു. 2 Corinthians chapter 3, 16-17. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 വായിക്കുന്നത്? 2 കൊരിന്ത്യരാന്ന് പറഞ്ഞു. 3 വായിക്കുക ദിവസനെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സോറി, എനിക്ക് തെറ്റിയതാണ്. 1 കൊരിന്ത്യരാണ്. 1 കൊരിന്ത്യർ 3:16-17. ഷുവർ, വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഗോഡ്. ഹല്ലേലൂയ. നാം പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ എന്റെ ദൈവത്തിന്റെ മന്ദിരമാണ്. ശ്രീ പാസ്റ്ററെ, ഒരു യോഗ്യതയില്ലായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അയോഗ്യരായിരുന്ന നമ്മെ, കഴിവില്ലാത്ത നമ്മെ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. ഒരു ദൂതർ പറഞ്ഞ ദൈവദാസനെ, ഹല്ലേലൂയ, മറ്റുള്ളവനെ ഏൽപ്പിക്കേണ്ട ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചു. അത് ഞാൻ യോഗ്യതയുള്ളവനായിരുന്നില്ല. ഹല്ലേലൂയ. എന്നെ ദൈവം ഒന്ന് തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തു. ദൈവം എന്നെ വിശുദ്ധീകരിച്ചു. ദൈവം എന്നെ നീതീകരിച്ചിട്ട് അവന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഗോഡ്. ഹല്ലേലൂയ. എന്റെ ചോദ്യം, നീ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നീ നിന്നെ തന്നെ എത്രമാത്രം സൂക്ഷിക്കണം?
ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ എത്ര സെൻസിറ്റീവായിട്ടായിരിക്കണം ജീവിക്കണ്ടേ? എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തികൾ, എന്റെ നോട്ടങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ ഇടപാടുകൾ, ഇതൊക്കെ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ശോധന ചെയ്യണം. എത്ര പേർക്ക് ഇന്ന് പകലിൽ ദൂത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ ദൈവഹിതപ്രകാരമാണോ? നിന്റെ പ്രവർത്തികൾ ദൈവഹിതപ്രകാരമാണോ? നിന്റെ ചിന്തകൾ ദൈവഹിതപ്രകാരമാണോ? അല്ലെങ്കിൽ എന്റെ അതിനകത്ത് നിന്നൊരു വാക്ക് വരുമ്പോൾ അതെന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിരിക്കുന്ന ദൈവമക്കൾ ശോധന ചെയ്യണം. അധുരിമിനി അൽഖമൗഡിയന്തന പ്രവാലഘടകം വൈശ്വസ്മിതിനി. ദൈവം വരുന്നത് അവന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. ഹല്ലേലൂയ. എന്റെ ചോദ്യം, ദൈവം നിനക്ക് തന്ന വിശുദ്ധിയുടെ പുതപ്പിനെ നീ മലിനമാക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുൻപിൽ നിത്യത നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ, ഹല്ലേലൂയ, ദാവീദ് പഴയ നിയമത്തിൽ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് നിന്റെ ആലയത്തിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അവൻ എന്നെ അവന്റെ ആലയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ എന്നെ ആലയമാക്കി മാറ്റിയിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ എത്ര സൂക്ഷിക്കണമെന്നാണ് ആത്മാവ് ഇന്ന് പകലിൽ സംസാരിക്കുന്നത്. എന്റെ വാക്കുകൾ ദൈവഹിതപ്രകാരമായി തീരട്ടെ. എന്റെ പ്രവർത്തികൾ ദൈവഹിതപ്രകാരമായി തീരട്ടെ. എഫേസ്യ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ദയവായിട്ടൊന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം, ഹല്ലേലൂയ, അതിന്റെ 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു ദൈവദാസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒന്ന് വായിക്കുന്നത് 29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പൊ നല്ല വാക്കുകൾ അല്ലാത്തത് എന്റെ അതരത്തിൽ നിന്ന് വരുമ്പോൾ, ഹല്ലേലൂയ, എന്റെ പരിശുദ്ധാത്മാവിനെ, എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിനകത്തേക്ക് വരുമ്പോൾ പറയുന്നു, എന്റെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീരട്ടെ. പ്രിയ ദൈവത്തിന്റെ സഭയെ, കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ എത്രമാത്രം സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. പ്രിയരെ, ഹല്ലേലൂയ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഹല്ലേലൂയ, അത് വളരെ ഉത്തരവാദിത്തോടു കൂടി, ഭക്തിയോടുകൂടി, ഭയത്തോടുകൂടി ചെയ്യുവാൻ ആത്മാവ് ഇന്ന് പകലിൽ നമ്മളെ ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയം വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചവൻ, ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ ആഗ്രഹിച്ച വ്യക്തി, ഒരു സമയത്ത് അവന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയം വന്നപ്പോൾ ആ പരാജയത്തെ ചൂണ്ടിക്കാണിക്കാൻ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ആ പ്രവാചകനാണ് നാഥാൻ പ്രവാചകൻ. നാഥാൻ പ്രവാചകൻ തന്റെ കൊട്ടാരത്തിനകത്ത് കയറി പ്രവചന ശബ്ദം പറയുമ്പോൾ, ഹല്ലേലൂയ, താൻ ദൈവസന്നിധി നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം, നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Glory be to Lord. അതിന്റെ 51-ന്റെ 10-12 വാക്യങ്ങളൊന്ന് വായിക്കാം. ഏത് ബുക്കായിരുന്നു പറഞ്ഞേ? സോറി,
സങ്കീർത്തനം 51. ഓക്കെ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുക്കുകയും വരുത്. ആന്റി, ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയം വന്നു കഴിഞ്ഞപ്പോൾ സാങ്കുട്ടി പാസ്റ്ററെ, ദാവീദ് ദൈവസന്നിധി നിലമ്പാട് വീണ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വരുമ്പോൾ ആ പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ദൈവം വചനത്തിലൂടെ ഇടപെടും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു കുറവുണ്ടായി കഴിയുമ്പോൾ നിന്നെ ചെത്തി വെടിപ്പാക്കാൻ ജീവന്റെ വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇടപെടും. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയം വന്നു കഴിയുമ്പോൾ ദൈവം പ്രവാചകനിലൂടെ നിന്നോട് അറിയിക്കുമ്പോൾ നിന്റെ തെറ്റിനെ മനസ്സിലാക്കണം. ഒന്ന്, ദൈവമക്കൾക്ക് പറ്റിപ്പോകുന്ന പരാജയം തെറ്റിനെ മനസ്സിലാക്കി തിരുത്തുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ തെറ്റിനെ മനസ്സിലാക്കി അതിനെ തിരുത്തി ദൈവത്തോടൊന്ന് നിലമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. പ്രിയരെ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അശുദ്ധിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അവൻ വിശുദ്ധിയിൽ മാത്രം, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. നിങ്ങൾ അത്ര വലിയ കുടുംബ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എത്ര നാളത്തെ ശുശ്രൂഷയുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നിന്നിൽ നിന്ന് വിശുദ്ധി മാറിയാൽ നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകും. അതിനൊറ്റ ഉദാഹരണമാണ് ശിംശോൻ. ശിംശോന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ശിംശോനോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനിൽ നിന്ന് ശക്തി ചോർന്നു പോയി. അവൻ പോലും അറിഞ്ഞില്ല. പ്രിയരെ, ഇന്ന് നമ്മൾ ആത്മീയ ഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ പലരുടെ മേൽ കൈമാറി ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, പലരുടെ മേൽ കൈമാറി അധികാരം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? നിർമ്മലമായ ഹൃദയം മാറി, അശുദ്ധി മാറി, ലോകം ജഡത്തിനകത്ത് കയറിയപ്പോൾ അവർ പോലും അറിയാതെ അവരുടെ മേൽ പകർന്ന അഭിഷേകവും അധികാരം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പരിശുദ്ധാത്മാവിന് പറഞ്ഞത് പോലെ ഞാനൊരു തലമുറ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, അഭിഷേകത്തോടെ അധികാരത്തോടെ. അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ചില തലമുറകളെ തന്റെ പ്രാർത്ഥന മുറിക്കകത്ത് പ്രിപ്പയർ ചെയ്യുന്ന ദിനരാത്രങ്ങളാണ്. അടകമന ദുരിലിമിനി ഹൽക്കമന ഹന്തന പ്രവാല. ഇന്ന് രാത്രിയിൽ നിന്റെ തെറ്റ് നീ മനസ്സിലാക്കി, നിന്റെ കുറവ് നീ മനസ്സിലാക്കി, ആ ദൈവസന്നിധി നിലമ്പാട് വീണ് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം നീ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ഇന്ന് സഭകൾക്കകത്ത് നിർമ്മലത മാറി. ഹല്ലേലൂയ. എത്ര നിർമ്മലയുള്ളത്, നിർമ്മലന്മാരുള്ള വിശുദ്ധന്മാരുണ്ട്. ഞാൻ പല സഭകളിൽ പോയി ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. സഭയ്ക്കകത്ത് ആരാധിച്ചിട്ട് സഭയുടെ പുറത്തിറങ്ങുമ്പോൾ ജഡികന്മാരെ, പ്രാകൃതന്മാരെക്കാൾ കഷ്ടമുള്ളൊരു ഒരു സമൂഹമായി പെന്തക്കോസ്തുകോളം മാറിയിരിക്കുകയാണ്. അവരുടെ നടുവിലേക്ക് അസൂയ കയറി, പിണക്കം കയറി, ഹല്ലേലൂയ, ജാരശങ്ക കയറി, ജഡത്തിന്റെ പ്രവൃത്തി കയറി, പലരെയും പിശാച് അവന്റെ ആയുധമാക്കി മാറ്റുമ്പോൾ ഇന്ന് രാത്രി വചനത്തിന്റെ വെളിപ്പാടിനകത്ത് കയറിയിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ലോകം വേണ്ട. പാട്ടുകാരൻ പാടിയതുപോലെ എനിക്ക് ലോകം വേണ്ട. പല പാട്ടുകളും എന്റെ ആത്മമനുഷ്യനെ കരുത്തുറ്റതാക്കി മാറ്റാറുണ്ട്. ഈ മണ്ണെ പ്രതി ഞാൻ മാണിക്യം വിടത്തില്ല. എനിക്ക് ലോകം വേണ്ട, എനിക്ക് നീ മതി കർത്താവേ. ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് യേശുവിന്റെ എഴുന്നേറ്റ് വരാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. ഭക്തന്റെ പ്രാർത്ഥനയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. ദാവീദ് പ്രാർത്ഥിച്ചത് കസേരയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ദാവീദ് പ്രാർത്ഥിച്ചത് ലോകം തന്ന അധികാരത്തിന് വേണ്ടിയിട്ടല്ല. ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദാവീദിന്റെ കാര്യം അറിയാം. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ്. ഇത് രാത്രി ഇത് തിരിച്ചറിയുന്നൊരു ദൈവമക്കൾ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. നിന്റെ പരിശുദ്ധാത്മാവിനെ
എന്നിൽ നിന്നെടുക്കൽ. ഞാനൊരു ദൂത് പറയാം, സാന്നിധ്യമില്ലാത്ത പ്രസംഗത്തിനകത്ത് ആത്മശക്തി വ്യാപരിക്കത്തില്ല. ഒരുപക്ഷെ നിനക്ക് പഠിച്ച് പ്രസംഗിക്കാൻ പറ്റും, ഹല്ലേലൂയ, ബുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ പ്രിയരെ, ഇന്ന് പകലിൽ ഈ സഭയോട് ഞാൻ ദൂത് പറയട്ടെ, ഹല്ലേലൂയ, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല നമുക്ക് വേണ്ടത്, ആത്മാവിന്റെ ശുശ്രൂഷയാണ് വേണ്ടത്. അക്ഷരം പലതിനെയും കൊന്നു, എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ചലിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടാകണം. ഇന്ന് പല സഭകളിൽ പോയി കഴിഞ്ഞാൽ ആത്മാവ് ചലിക്കുന്നില്ല, ആത്മാവ് ചലിക്കുന്നില്ല. ദേവദാസനെ, പൂനെയിലും രാജ്യത്തിന്റെ പല കോണിലും പോയി പ്രസംഗിക്കുന്ന ഒരു അഭിഷക്തനങ്ങൾ പറയുന്നത്, പല സഭകൾക്കകത്തും ആത്മാവിന് ഹല്ലേലൂയ ലിമിറ്റുകൾ ഇട്ടു. ഇന്ന് രാത്രി അതെല്ലാം പൊളിഞ്ഞു മാറണം. ഹല്ലേലൂയ, മനുഷ്യൻ നിയന്ത്രിക്കുന്ന ആരാധനയല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിയന്ത്രിക്കുന്ന ആരാധനകൾ സഭകൾക്കകത്തേക്ക് മടങ്ങി വരട്ടെ എന്ന് ഇന്ന് പകലിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ടുള്ള സന്ദേശം വേണ്ട, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ആരാധന നമുക്ക് വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണമേ, എന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ, എന്റെ സഭകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ഉണർവിനെ ഞങ്ങളുടെ മണ്ണിലേക്കൊന്ന് മടക്കി തരാൻ. ഹല്ലേലൂയ, കരയുന്ന ഒരു അഭിഷക്തനുണ്ടെങ്കിൽ നിന്റെ ആരാധനയ്ക്കകത്ത് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. അരിഞ്ഞു കിടക്കുന്ന പുൽപ്പുറത്തേക്ക് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മന്മഴ പോലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ആരാധനയ്ക്കകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ ഹല്ലേലൂയ, ദിവസത്തിൽ നിലംപാട് വീട് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഇന്നത്തെ വിശ്വാസികളൊക്കെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഞായറാഴ്ച ഒന്ന് സഭയിൽ ഇരുന്ന് കാലിന്മേൽ കാല് വെച്ചിരിക്കുന്ന പല സഭകളുമാണ് ഇന്ന് പലയിടത്തും ഉള്ളത്. എവിടെ പോയി ദൈവത്തോടുള്ള ഭക്തി? എവിടെ നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള ആത്മാർത്ഥത? ലോകം ജഡത്തിന്റെ ഉള്ളിൽ കയറി. പിശാചുകളെ വഞ്ചിക്കല്ലേ. ഹല്ലേലൂയ, ദൈവം നിങ്ങളെ എത്രത്തോളം ഉയർത്തുന്നോളും, എത്രത്തോളം ദൈവം നിങ്ങളെ വളർത്തും തോറും അവന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ നിങ്ങളൊന്ന് താണിരിക്കണം. എന്റെ മുമ്പിലുള്ള സമയം തീരാൻ പോവുക. ഹല്ലേലൂയ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വായിച്ച ബാക്കി ഒന്നുകൂടെ ദൈവാസനെ വായിക്കാമോ? 51-ന്റെ 10-12 ദയവായിട്ടൊന്ന് വായിക്കാം. സങ്കീർത്തനം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മൾ വെറുതെ ഒരു സന്ദേശം കേട്ട്, എത്രയോ സന്ദേശം കേൾക്കുന്നുണ്ട്. എന്റെ ചോദ്യം ദേവദാസനെ, ഈ സന്ദേശമൊക്കെ നിനക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ? അതോ കേവലം ചടങ്ങിന് വേണ്ടി വന്നു പോകാതെ ഓരോ ദിവസവും ഓരോ സന്ദേശം കേൾക്കുമ്പോൾ നിനക്ക് കുത്തുകൊള്ളണം? പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു. ഹല്ലേലൂയ, ഇന്ന് നിത്യതയുടെ വചനം എവിടെ? ക്രൂശിന്റെ വചനം എവിടെ? ഹല്ലേലൂയ, ജനത്തെ എന്താ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാത്ത? ലോകത്തിൽ ജനത്തെ രസിപ്പിച്ച് കളയുന്നതല്ല സുവിശേഷം. പൗലോസ് പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്ക് ഇത് ദൈവശക്തിയാണ്. ഈ ദിവസങ്ങളിൽ ക്രൂശിന്റെ വെളിപ്പാട് നീ തുറന്നു കൊടുക്കണം. ഈ ദിവസങ്ങളിൽ നിത്യതയുടെ വെളിപ്പാട് സഭയ്ക്കകത്ത് തുറന്നു കൊടുക്കണം. ജനത്തിന്റെ നടുവിൽ പാപബോധം ഉണ്ടായി കരഞ്ഞ് നിലവിളിക്കുന്ന രീതിയിലുള്ള ആരാധനകൾ നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ, ഉണർവുണ്ടാകുമ്പോൾ സംഭവിക്കും. ജനം കരഞ്ഞ് പാപബോധത്തോടുകൂടി ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ഹല്ലേലൂയ ചോദിച്ച് നിലവിളിച്ച് അഭിഷക്തന്മാരുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് ആത്മ ഓർപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഉണർവുണ്ടാകും, ഇന്ത്യയിൽ ഉണർവുണ്ടാകും. ജനം ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയും. ഹല്ലേലൂയ, ദൈവം അധികാരികളെ തൊടും. ഹല്ലേലൂയ, എന്നോട് കഥ പറഞ്ഞാണ്, ദൈവം അധികാരികളെ തൊടും. ഹല്ലേലൂയ,
ഫറവോനെ തൊടാൻ ദൈവം ചില മോശന്മാരെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഫറവോന്മാരെ തൊടാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ചില മോശന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ മോശന്മാരെ അവൻ വളർത്തുന്നത് പ്രതിസന്ധിയുടെ നടുവിലാണ്. ആ മോശന്മാരെ വളർത്തുന്നത് പ്രതികൂലത്തിന്റെ നടുവിലാണ്. വചനത്തിനകത്ത് പറയുന്നു, എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ അവനാക്കി. എനിക്ക് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലാക്കി. തന്റെ കൈയുടെ നിഴലിൽ എന്നെ മറച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി. അവൻ എന്നെ പൂണിയിൽ സൂക്ഷിച്ചു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ മിനുക്കി അവനെ പുറത്തെടുക്കുന്ന സീസൺ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം ഒരു തലമുറയെ മാറ്റും. ദൈവത്തിന് വേണ്ടി ദൈവം കൊടുത്ത അഭിഷേകത്തെയും അധികാരത്തെയും നഷ്ടപ്പെടുത്തി ലോകത്തിനു വേണ്ടി നിന്നവനെ ദൈവം തുടച്ചു മാറ്റിയിട്ട് അവൻ അന്ത്യകാല ഉണർവിന് വേണ്ടി അവന്റെ ആയുധ പുരക്കകത്ത്, ഞാൻ പറയുന്ന അവന്റെ ആയുധ പുരക്കകത്ത് ദൈവം ചിലതിനെ എക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ പോകുകയാണ്. പാപബോധം ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. കല്ലുപോലിരിക്കുന്ന ഹൃദയത്തെ മെഴുകുപോൽ ഒരുക്കണമെങ്കിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം സഭയ്ക്കകത്ത് തുറന്നു കൊടുക്കണം. പറയുന്നു, ഞാൻ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, മനുഷ്യന് പഠിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ഈ ദിവസങ്ങളിൽ എവിടെ പാസ്റ്റർമാര് മുട്ടുമെന്ന് പ്രാപിക്കുന്ന അവർക്ക് സമയമില്ല. ദൈവം എന്നെ പഠിപ്പിച്ചതുപോലെ വെറുതെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ അയക്കുന്നിടത്ത് മാത്രം നീ പോകുക. ഞാൻ നിന്നെ അയക്കുന്നിടത്ത് വേണ്ടി മാത്രം പോകുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാര് തിരിച്ചറിയണം. ഞാൻ വിശ്വസിക്കുന്നതിനകത്ത് ദൈവദാസന്മാരുണ്ട്. വെറുതെ എല്ലായിടത്തും ഓടിപ്പോകല്ലേ. ദൈവം നിന്നെ അയക്കാൻ വെച്ചിരിക്കുന്ന പട്ടണമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാൻ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ തിരിച്ചറിയണം. നിന്റെ വിളിക്കകത്ത് നീ നിൽക്കണം. നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നീ നിൽക്കണം. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. വെറുതെ ഓടി നടന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചു കളയാതെ കർത്താവിനോട് പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ വിളിച്ചത് എഫെസോസ് വിടുവിക്കാനാണോ? എന്നെ വിളിച്ചത് കൊരിന്ത് വിടുവിക്കാനാണോ? എന്നെ വിളിച്ചത് ശമരി വിടുവിക്കാനാണോ? ഈ ദിവസങ്ങളിൽ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു തലമുറ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 63:1 വേഗത്തിൽ 1-2 വാക്കുകൾ എനിക്ക് പറയണം, വായിക്കണം. സങ്കീർത്തനം 63:1 വായിച്ചെങ്കിലേ. 61:5 അല്ലേ? അങ്ങനെ 63:1-2. ഓക്കെ, വായിച്ചോ. എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അപ്പൊ പ്രിയ ആന്റി, മരുഭൂമിയിൽ ദാവീദ് പ്രാർത്ഥിക്കേണ്ട സാങ്കുട്ടി പാസ്റ്റർ വെള്ളത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. റെജി കോശി ദേവദാസനെ, മരുഭൂമിയിൽ ദാവീദ് പ്രാർത്ഥിക്കേണ്ടത് വെള്ളത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അല്ലെ ദൈവമേ, അധികാലത്ത് ഞാൻ എഴുന്നേൽക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ആത്മാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാംക്ഷിക്കുന്നു. മാൻ നീർത്തോടിലേക്ക് എത്തുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ അടച്ച്. മോശ ദൈവത്തോട് ചോദിച്ചത്, മോശ പറയുന്നത്, എനിക്ക് ദൂതനെ അയക്കണ്ട, എനിക്ക് നിന്റെ സാന്നിധ്യമാണ് വേണ്ടത്. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നു, മോശേ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. മോശയ്ക്കറിയാം, ഈ ജനവുമായിട്ട് എനിക്ക് മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം വേണം. ഹല്ലേലൂയ. രാത്രിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരും. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം ഇറങ്ങി നിന്നതുപോലെ എന്തിനാ പകൽ മേഘസ്തംഭം, എന്തിനാ രാത്രി അഗ്നിസ്തംഭം? എന്റെ ജനം വഴിതെറ്റിപ്പോകരുത്, എന്റെ ജനം റൂട്ട് തെറ്റിപ്പോകരുത്. ഇന്ന് രാത്രിയിൽ പലരും റൂട്ട് തെറ്റിപ്പോകുന്നുണ്ട്, പലരും ഓടുന്നുണ്ട്, പക്ഷെ ട്രാക്കിനകത്തല്ല. ഹല്ലേലൂയ. പലരും ഓടുന്നുണ്ട്. ഞാൻ ആ പദം ആവർത്തിക്കുന്നു റജിയങ്ങളെ. പലരും ഓടുന്നുണ്ട് അഭിഷേകനെ, പക്ഷെ ട്രാക്കിനകത്തല്ല ഓടുന്നത്. പലരും ഓടുന്നുണ്ട്, അവന് ബിരുദം പ്രാപിക്കുന്നില്ല. പക്ഷെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു, അനേകർ ഓടുന്നു, ഒരു ഒട്ടക്കളത്തിൽ ഞാൻ
നിൽക്കുമ്പോൾ നിങ്ങൾ ബിരുദ പ്രാപിക്കാനായിരിക്കണം ഓടേണ്ടത്. നിങ്ങൾ ബിരുദ പ്രാപിക്കണം. നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബിരുദ പ്രാപിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലവർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം ഞാൻ കാത്തു, ഇനിയും നീതിയുടെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ട്രാക്കിനകത്ത് ഓടിയവന് മാത്രമേ പറയത്തുള്ളൂ എനിക്ക് നല്ലപോലെ ഓടാൻ പറ്റി. ഞാൻ ഓട്ടം തികച്ചു എന്ന് ട്രാക്കിനകത്ത് ഓടിയവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ മറച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, നിന്റെ സന്നിധി തന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. പ്രിയരെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തയോടെ നിന്ന് ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളെ വിളിച്ച ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവം പറയുന്നത് പോലെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവ് പറയുന്നിടത്ത് മാത്രമേ പോകത്തുള്ളൂ. പൗലോസിന് ആത്മാവ് പറഞ്ഞു, യാസ്രിയിൽ വചനം പ്രസംഗിക്കരുത്, ബിഥൂനിയിൽ നീ പോകരുത്. ഹല്ലേലൂയ. ഈ വാക്കനുസരിച്ചവന്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറന്നതാണ്. മാസിഡോണിയൻ കോൾ, മക്കതോനിയിലേക്കുള്ള വിളി തുറന്നു കൊടുത്തു. പ്രിയ അഭിഷക്തന്മാരെ, ആത്മാവിൽ എരിവോടെ ഞാൻ പ്രസംഗിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ മേൽ കിടക്കുന്ന വിളി എന്താണ്? എന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതാണ്? എന്നിലൂടെ ഏത് പട്ടണമാ വിടുവിക്കപ്പെടേണ്ടത്? യോനെ, നിന്നിലൂടെ മാത്രമേ നിന്നെ വിടുവിക്കപ്പെടത്തുള്ളൂ. സംഘടിച്ച നിങ്ങളിലൂടെ മാത്രം വിടുവിക്കപ്പെട്ട പട്ടണങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥന മുറിക്കകത്ത് കയറിയാൽ ദൈവം നിങ്ങളെ വീണ്ടും മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയുന്നു, പാസ്റ്റർ സാംകുട്ടി, ദൈവത്തിന്റെ സന്നിധിക്കകത്തേക്കൊന്ന് കയറി നിൽക്കുക. വീണ്ടും ഒരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. അർത്ഥമനഘടക വൈഡിമിതിനി ഹംദന പ്രഭാ ഒരു ലീഡർഷിപ്പിനകത്തേക്ക് കയറ്റി നിർത്തി നിന്റെ താഴെ ചില പാസ്റ്റർമാരെ നിർത്തി ചില വാക്കുകൾ ചെയ്യുന്ന മേഖലകൾ ആത്മാവ് തുറക്കുകയാണ്. കർത്താവേ, ഈ കൂട്ടത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.